കീം പരീക്ഷാഫലം റദ്ദ് ചെയ്ത നടപടിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലാണ് സർക്കാർ അപ്പീൽ നൽകിയത്. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. വിഷ്ണു, എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സർക്കാരിന്റെ അപ്പീൽ? വിവരങ്ങൾ എങ്ങനെയാണ്? സംസ്ഥാന സർക്കാരിന്റെ അതിവേഗ ഇടപെടലാണ് ഈ കീം പരീക്ഷാഫലം റദ്ദാക്കിയ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിൽ ഇപ്പോൾ അപ്പീൽ നൽകിയിരിക്കുകയാണ്. അത് പ്രത്യേകിച്ച് പ്രവേശന നടപടി അടക്കം പടിവാതിക്കൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് സിംഗിൾ ബെഞ്ചിന്റെ ഒരു നടപടി വന്നത്. അത് വലിയ പ്രതിസന്ധി സംസ്ഥാന സർക്കാരിനും അതോടൊപ്പം ഈ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കുമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്ര അതിവേഗ നടപടിയിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ കഴിഞ്ഞ നേരത്തെ ഈ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന്റെ അതിന്റെ പകർപ്പ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ആ പകർപ്പിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രോസ്പെക്ടസ് പ്രകാരം ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കണമെന്നാണ്. അതായത് 19/2/2025 പ്രോസ്പെക്ടസ് പ്രകാരം ഈ ഫലം പ്രസിദ്ധീകരിക്കാനാണ് ഇപ്പോൾ എൻട്രൻസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഹൈക്കോടതി. അത് നേരത്തെ കഴിഞ്ഞ ആഴ്ച പ്രസിദ്ധീകരിച്ച ഫലം അത് പുതിയ ഫോർമുല അനുസരിച്ച്, പുതിയ പ്രോസ്പെക്ടസ് അനുസരിച്ചാണ് പ്രസിദ്ധീകരിച്ചത്. അങ്ങനെയല്ല പ്രസിദ്ധീകരിക്കേണ്ടത്, മറിച്ച് 19/2/2025 പഴയ പ്രോസ്പെക്ടസ് പ്രകാരം പ്രസിദ്ധീകരിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിട്ടിരിക്കുന്നത്. സ്വാഭാവികമായും അത് ആ രീതിയിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ അടക്കം വലിയ മാറ്റം വരും. അതുതന്നെയാണ് നിലവിൽ ഈ CBSE വിദ്യാർത്ഥികൾ, ഹർജി നൽകിയ CBSE വിദ്യാർത്ഥികൾ പറയുന്നതും. അവരുടെ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം തന്നെ ഇപ്പോൾ 2000-ലേക്ക് കീം പരീക്ഷയുമായി ബന്ധപ്പെട്ട് 2000-നോട് അടുത്ത റാങ്ക് ലഭിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ പ്രോസ്പെക്ടസ് പ്രകാരം 5:3:2 ആ പ്രോസ്പെക്ടസ് പ്രകാരം അവരുടെ റാങ്ക് 4000-നപ്പുറത്തേക്ക് പോകുന്നു. കോടതി ഈ ഇന്നത്തെ വിധിപ്പകർപ്പുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു മത്സരം എങ്ങനെ തുടങ്ങുമ്പോഴുള്ള നിയമം എന്താണോ അത് അവസാനിക്കുമ്പോഴും ആ നിയമം തന്നെ പിന്തുടരണം. ഇവിടെ പരീക്ഷ തുടങ്ങുമ്പോൾ ഒരു നിയമവും പരീക്ഷയ്ക്ക് ശേഷം മറ്റൊരു നിയമവും എന്നൊരു സാഹചര്യമുണ്ട്. അത് അംഗീകരിക്കാനാവില്ല, അത് നിയമവിരുദ്ധമാണ് എന്ന് ഈ ഉത്തരവിൽ വളരെ കൃത്യമായി തന്നെ ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് എൻട്രൻസ് കമ്മീഷണർക്ക് ഹൈക്കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നത്, നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 19/2/2025 എങ്ങനെയാണോ പ്രോസ്പെക്ടസ് ഉണ്ടായിരുന്നത് അതിൽ പ്രകാരം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം ഈ വെയിറ്റേജ് നിയമപരമല്ല എന്ന വിഷയത്തിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നു. നാളെ സംസ്ഥാന സർക്കാരിന്റെ ഹർജി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. പ്രവിത. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.